അപ്പോൾ നമ്മൾ സ്വപ്ന ലോകത്തെത്താന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ബ്രഷ് ചെയ്തു, കൈയൊക്കെ സോപ്പിട്ട് വാഷ് ചെയ്തു. ആകെ ഈ 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ബാത്റൂമിലുള്ളൂ കേട്ടോ. ഒന്നുകിൽ ഒരു സോപ്പ് അല്ലെങ്കിൽ പേസ്റ്റ്, ബ്രഷ്, ഈ കാര്യങ്ങൾ ഇത്രയേ എൻ്റെ മോർണിംഗ് റൊട്ടീനിലുള്ളൂ. കൂടുതലൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഇന്നലെ തലേന്ന് കുതിർത്ത് വെച്ച ബദാം, അത് നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബദാം ഡ്രിങ്ക് ആക്കാനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബദാം അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാലൊഴിച്ച് അതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത ബദാം ഒന്ന് അരിച്ചാണ് ഒഴിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക. അരിച്ചൊഴിക്കാൻ കാരണം ചിലപ്പോൾ കടിക്കാൻ കിട്ടും, നമ്മൾ മിക്സിയിൽ അടിക്കുന്നതല്ല. പൗഡറാകുമ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ സാഫ്രണും ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് പശു നെയ്യിട്ട് നമുക്ക് തിളപ്പിച്ച് ചൂടോടുകൂടി കുടിക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബദാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചോറിൻ്റെ പണിയിലേക്ക് പോകാം. അപ്പം അടുപ്പിൽ വെള്ളം വെച്ച് വേഗം തന്നെ ചോറ് കുക്ക് ചെയ്യാണ്. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. പെട്ടെന്ന് തന്നെ പണി ഒരുക്കി പെട്ടെന്ന് തന്നെ പോയി തിരിച്ചു വരാമെന്നുള്ള പ്ലാനാണ്. കാരണം രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്തത്. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറൊക്കെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അതിൽ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല വലിയൊരു മാന്ത മീൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വെറൈറ്റി ആയിട്ട് ഫ്രൈ ചെയ്യാം. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊരു മസാലയാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എപ്പോൾ നമ്മൾ മീൻ ഒരേ രീതിയിലല്ല പൊരിക്കുന്നത്, ഇടയ്ക്കൊരു വ്യത്യസ്തതയൊക്കെ വേണ്ടേ. അതായത് നമ്മുടെ കുക്കിങ്ങിൽ ഇടയ്ക്കൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ടുവരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാണ് മീൻ. അതിൽ മുളക് വരട്ടി നമുക്ക് കുറച്ച് നേരം അത് സെറ്റാകാൻ വേണ്ടി വെക്കുക, ഉപ്പ് പിടിക്കാൻ. കാരണം കുറച്ച് വലിയ മീനല്ലേ. അങ്ങനെ നമ്മുടെ ഫിഷ് ഏകദേശം മുളകൊക്കെ പരട്ടി സെറ്റാക്കി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. ഈ ഫിഷ് ഫ്രൈ ഒരു കോട്ടിങ്ങിൽ മുക്കിയാണ് പൊരിക്കുന്നത്. ഇതിൽ നമ്മൾ 2 ടീസ്പൂൺ റവയും 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 2 ടീസ്പൂൺ തന്നെ അരിപ്പൊടി എടുക്കാൻ പ്രശ്നമില്ല. സോ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഈ ഫിഷ് നമ്മൾ ഇതിലേക്ക് ടിപ്പ് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മിക്സാക്കി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ സെറ്റായിട്ടുണ്ടാവും. അതൊരു 10-15 മിനിറ്റിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ ഇത് മീനിലേക്ക് ഇതുപോലെ ഇങ്ങനെ ടിപ്പ് ചെയ്തെടുക്കുക. സോറി, ഡിപ്പ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, കോട്ട് ചെയ്തെടുക്കാന്നേ പറയാൻ പറ്റൂ. എന്തായാലും മാവല്ലല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കോട്ട് ചെയ്തിട്ട് എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യ് ചൂടാക്കി ചൂടായ എണ്ണയിൽ തന്നെ ഇടാം. നമ്മൾ ചൂട് കുറവാണെങ്കിൽ ചിലപ്പോൾ ആ പൊടികളെല്ലാം പോകും. ചൂടോടെ ഇടുമ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും ഫ്രൈ ആയി ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ ഈ ഒരു ഫിഷ് ഫ്രൈ ആണ്. പിന്നെ ഞാൻ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് നമ്മൾ ഏകദേശം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ക്രഞ്ചി ആയിട്ടുള്ളത് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ ചോറിന് ഇത് കഴിച്ചിട്ട് വേഗം ക്ലീനിങ്ങിലേക്ക് പോട്ടെ. അപ്പോൾ വേഗം തന്നെ റൂമൊക്കെ ക്ലീനാക്കി റൂമും കിച്ചണെല്ലാം അടിച്ചു വാരി പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് അത് അലക്കാൻ വെച്ചു. അപ്പോൾ പണിയുള്ള സ്പീഡിലൊരുക്കി നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വണ്ടി കയറിയിട്ടുണ്ട്. സോ നമ്മൾ പോകാൻ ഇന്ന സ്ഥലത്താണെന്നും പ്ലാനില്ല. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും കാണാമെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതൊക്കെ കാണാം, അല്ലെ മാളിൽ പോകാം. അങ്ങനെയുള്ളൊരു വീക്കെൻഡാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മളങ്ങനെ പോയി എത്തിയത് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. എന്തായാലും മൈൻഡ് ഭയങ്കര ഒരു ഫ്രീ ആയി, നമ്മുടെ ജോലി സ്ട്രെസ്സെല്ലാം ഒഴിവായി നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചൂട് കൂടുതലായതുകൊണ്ട് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് പോയത് ഭയങ്കരമായിട്ട് വീർത്തായി. നമ്മൾ പോയിട്ടുള്ളത് ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ഷോപ്പിലാണ്. സോ എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ ഡെക്കറാണെന്നറിയാമോ. ഇതൊക്കെ എന്ത് ക്യൂട്ടാണ്. ഫോണിൽ നിങ്ങൾക്ക് അത്ര രസമുണ്ടോയെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെ വില ചോദിക്കാമെന്നല്ലാണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. എനിക്കിവിടെ ഇതൊന്നും ആവശ്യമില്ല ശരിക്കും. കാരണം നമ്മൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളെല്ലാം. സോ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങിച്ചിട്ട് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് സോ അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. വെറുതെ എല്ലാം കണ്ട് ആസ്വദിച്ച്. ഇതിപ്പോൾ ആ ഷോപ്പിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് കാണിച്ചത്. ഇനി ആ ഷോപ്പിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കുറേ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റാക്കിയിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട്, വലുതും ചെറുതും ഒക്കെ. നമ്മുടെ വാട്ടറിൽ വെക്കുന്ന മറ്റേ എന്താ പറയുക, അതിൻ്റെ മണി പ്ലാന്റൊക്കെ നല്ല എന്തൊക്കെയോ വെറൈറ്റി ആയിട്ടുള്ള പോട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടതിനാൽ ശരിക്കും നമുക്ക് എടുക്കാൻ തോന്നും. പക്ഷേ അത് വെറുതെ നശിച്ച് പോകുന്നതിനേക്കാളും നല്ലത് അത് അവിടെ സേഫായിരിക്കുന്നതായിരിക്കും. നമ്മൾ ശരിക്കും ആന്തൂറിയൊന്നും ഇപ്പോൾ നാട്ടിൽ നിന്ന് കാണാതെ കാലം മറന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ കുറേ ആന്തൂര്യത്തിൻ്റെ കളക്ഷൻസ് കണ്ടത്. പിന്നെ ഇതാണ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല ഇൻഡോർ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ നല്ല പെബിൾസൊക്കെ വെച്ച് നല്ലൊരു ഡെക്കറേറ്റീവായിട്ട് വെച്ചിട്ടാണുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ വലിയ വീടൊക്കെ ഉള്ള ആളാണെങ്കിൽ അങ്ങനെ വീട്ടിൽ സെൻറ്ററിൽ മെയിൻ അട്രാക്ഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ.